ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു 32 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു ലൈനിങ് ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1 മീറ്റർ തുണിയാണ്. നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ലൈനിങ് പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ പീസിനെ ലൈനിങ് പീസിനെ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി ഇതുപോലെ വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുകയാണ്. നമ്മുടെ ബോട്ടം ഭാഗത്തുള്ള ക്രോസ് ഒക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ്. കണ്ടോ, തുണിയുടെ ക്രോസ് മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുത്ത് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് ഇറക്കം വരുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 15 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. 1 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ചാണ് നമ്മൾ കൂട്ടുന്നത്. ഇതുപോലെ കൂട്ടി മാർക്ക് ചെയ്യുന്നു. ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ കൊടുക്കുന്നത് 5.25 ഇഞ്ചാണ്. 5.25 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ ഇവിടെയും 5.25 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുക. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും കൊടുക്കുന്നു. 5.25 ഇഞ്ച് കേട്ടോ. ഇതുപോലെ 5.25 ഇഞ്ച് ഇവിടെയും ഇതുപോലെ മാർക്ക് ചെയ്യുന്നു കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു അളവിലാണ് മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് ബോഡിയിൽ നിരത്തുള്ള മെഷർമെൻ്റ് ആണ്. 32 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, നമുക്ക് 36 ഇഞ്ച് കിട്ടും. 36ൻ്റെ 4 9 ഇഞ്ച്. 9 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. പ്ലസ് 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ഇടുപ്പളവ് വരുന്നത് 27 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 6.25. 6.25ൻ്റെ കൂടെ 3/4 ഇഞ്ച് നമുക്ക് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി. അങ്ങനെ 6.25 3/4 7.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി കൂടി മാർക്ക് ചെയ്ത് ഇതുപോലെ വരയുന്നു കണ്ടോ. ഇതുപോലെ വരിക. ഇനി നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ നെക്കിൻ്റെ അകലം കൊടുക്കുന്നത് 2.25 ഇഞ്ചാണ്. 2.25 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 2.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ നേരെ ഇതുപോലെ വരയുന്നു. ഇനി നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കമാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ച് നമ്മളിവിടെ മുകളിൽ ഷോൾഡർ ഭാഗത്തുള്ള തുന്നത്തുണിക്ക് വേണ്ടി നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന തുന്നത്തുണിക്ക് വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ആ ഒരു മാർക്കിൽ നിന്ന് ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 7.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കുറച്ച് 7.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ റൗണ്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഇതുപോലെ കേട്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക. ഇനി നമ്മുടെ ഇവിടെ നമ്മുടെ ഡാർട്സ് ബാക്ക് ഡാർട്സ് നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു ബാക്ക് ഡാർട്സ് കണ്ടോ, ഈ ഒരു ഡാർട്സിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് 4 ഇഞ്ചാണ് കേട്ടോ. 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു മാർക്കിൽ നിന്ന് ഡാർട്സിലേക്കുള്ള അകലം നമ്മൾ 3.5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തത്. ഇനി നമ്മൾ ഇവിടെ നേർപകുതി 5.25ൻ്റെ നേർപകുതി 2.5 ഒരു പോയിന്റിൽ മാർക്ക് ചെയ്ത് നമ്മുടെ ആം ഹോൾ നമ്മൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. ഇതുപോലെ റൗണ്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് കട്ടിങ് തുടങ്ങുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുന്നു കണ്ടോ. കരവശം ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പീസിനെ നമ്മൾ ഇതുപോലെ വെക്കുന്നു. ഇവിടെ ഷോൾഡർ ഭാഗവും ഇവിടെ സൈഡ് ഭാഗവും നമ്മുടെ ഈ ഒരു കരവശത്തിന് നേരെ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചാൽ നമുക്കിവിടെ നല്ല ക്രോസോട് കൂടി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെയും ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ് ഈ ഒരു 1/4 ഇഞ്ച്.
ഇനി നമ്മളിവിടെ ഒരു സ്കെയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിവിടെ 2.25 ഇഞ്ചാണ് വൈഡ് കൊടുത്തത്. ഇപ്പോൾ ഒരു 1/4 ഇഞ്ച് കൂടും. ടോട്ടൽ 2.5 ഇഞ്ച്. ആ ഒരു 2.5 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. ഈ ഒരു 1/4 ഇഞ്ച് നമ്മൾ തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ആ ഒരു 1/4 ഇഞ്ചാണ് ടോട്ടൽ 2.5 ഇഞ്ച് വരുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ ഇതുപോലെ വരിക. ഇതുപോലെ വരിയുന്നു. ഇനി നമ്മൾ ഇവിടെ ബാക്ക് പീസിനേക്കാൾ ഫ്രണ്ട് പീസ് നമ്മളിവിടെ 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു. ഇവിടെയും 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ ഇവിടെയും ഇതുപോലൊരു ലൈൻ കൊടുക്കും. കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മളെ 3/4 ഇഞ്ച് കുറച്ച് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഈ ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി കൊടുത്തിട്ടുള്ള 3/4 ഇഞ്ചാണ്. അവിടെ നിന്ന് നമ്മുടെ മെയിൻ ടെക്കിന്റെ വീതിക്ക് വേണ്ടി 2 ഇഞ്ച് കണ്ടോ, ഇവിടെ നിന്ന് 2 ഇഞ്ചാണ് നമ്മുടെ ടെക്കിന്റെ വീതിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ ബാൻഡിന് വേണ്ടി 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം നമ്മൾ മുകളിൽ നിന്ന് ആ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം 5.25 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ച് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇവിടെ നമ്മൾ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കത്തിനും ബാക്ക് നെക്കിന്റെ ഇറക്കത്തിനും 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്തത്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അളവ് കറക്റ്റായിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് കട്ടിങ് ചെയ്ത് തുടങ്ങുന്നു. ഈ ഒരു ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് കറക്റ്റ് കട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇതുപോലെ മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇവിടെയും ഇതുപോലെ കണ്ടോ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് പീസിൻ്റെ ആം ഹോളൊക്കെ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പീസിന് വേണ്ടി ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്ക് വരെ കണ്ടോ, ഈ ഒരു മാർക്ക് വരെ മാത്രം കട്ട് ചെയ്ത് നിർത്തുന്നു. കണ്ടോ, ഇവിടെ കട്ട് ചെയ്ത് നിർത്തുന്നു. ഇനി നമ്മൾ ഈ ഒരു ബാക്ക് പീസ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ്. കണ്ടോ, ഇനി നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കേട്ടോ, ഇവിടെ നമ്മൾ 9 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് 3.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു. കേട്ടോ, ഇതുപോലെ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ വരയുന്നു. കേട്ടോ, ഇനി നമ്മൾ ഇവിടെ 4 ഇഞ്ച് ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ സൈഡ് വശത്ത് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി ഇത് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ ഇവിടെ ബാൻഡ് നമുക്കിവിടെ അവിടെ ക്രോസിലാണുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ട്രെയിറ്റ് കട്ടിങ് നേരെയുള്ള തുണി എടുക്കാൻ വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന കരവശമാണിത്. അപ്പോൾ അവിടെ ആ ഒരു പീസ് നമ്മളിവിടെ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ബാൻഡ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ ആ ഒരു ബാൻഡിൻ്റെ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ നമ്മുടെ ഫ്രണ്ട് ഭാഗമൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് അതേ അളവിൽ കറക്റ്റ് ഇവിടെ ആ ഒരു മാർക്കിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ആ ഒരു 1/4 ഇഞ്ച് ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണി. ഇനി നമ്മൾ അവിടെ നിന്ന് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഇടുപ്പളവിൻ്റെ 4/1 ഭാഗം കണ്ടോ, ഇവിടെ നിന്ന് 4/1 ഭാഗം 27ൻ്റെ 4/1 ഭാഗം 6.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ മുകളിലേക്ക് ക്രോസ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞ് ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്നൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇത് നമ്മുടെ ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനി ഇവിടെ നമ്മുടെ മെയിൻ ടെക്കുകളൊക്കെ മാർക്ക് ചെയ്യാണ്. 2 ഇഞ്ചാണ് നമ്മൾ മെയിൻ ടെക്കിൻ്റെ വീതിക്ക് വേണ്ടി കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഇവിടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് 2 ഭാഗത്തേക്കും 1 ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് 3/4 ഇഞ്ച്, ഇവിടെ നിന്ന് 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ വരയുന്നു. കണ്ടോ, ഈ നമ്മളെ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ ആ ഒരു മാർക്കിലേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിങ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നത്. അത് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ രണ്ടാമത്തെ മാർക്കിങ് വരുന്നത് ഇവിടെയാണ്. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ഈ ഒരു സെൻട്രൽ ഡാർട്സ് വരുന്നത്. ഈ ഒരു ഡാർട്സിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് കണ്ടോ 2.25 ഇഞ്ചാണ് നമുക്കിവിടെ ഡാർട്സിൻ്റെ നീളം വരുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. അതിനുവേണ്ടി നമ്മളൊരു മാർക്ക് ചെയ്ത് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്.
ഫ്രണ്ട് കഴുത്ത് ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ മുകളിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലൊരു പീസ് മാർക്ക് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ കണ്ടോ ഇതുപോലെ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുകയാണ്. കണ്ടോ, ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മളിവിടെ നമ്മുടെ മൂന്നാമത്തെ ടക്ക് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ടക്ക് വരുന്നത്. നമ്മുടെ തോൾ വശത്ത് വരുന്ന ടക്കാണിത്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ 3 ടക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളൊന്ന് കട്ടിങ് കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ കണ്ടോ ഈ രീതിയിൽ നേരെ ഇതുപോലെ വെച്ച് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇനി നമ്മളിവിടെ കൈയുടെ ബോട്ടം ഭാഗത്ത് ആദ്യം നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇത് നമ്മുടെ തുണിയുടെ ക്രോസൊക്കെ അവിടെയുള്ള പീസിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. രണ്ടാമത് കൊടുത്തിട്ടുള്ള ഒരു 1/2 ഇഞ്ചിൻ്റെ മാർക്കിങ് നമ്മുടെ കൈയുടെ താവ് ലൈനിങ് പീസ് തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണി. നമ്മുടെ ബ്ലൗസിൻ്റെ കൈയുടെ ലെങ്ത് 10 ഇഞ്ച്, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന നമ്മുടെ കൈ ഫിറ്റ് ചെയ്യുന്ന തുന്നത്തുണിക്ക് വേണ്ടി നമ്മൾ ഇതുപോലെ വരും. നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10 ഭാഗം 3.25 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, 3.25 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ തോൾ വശത്ത് കൊടുക്കുന്ന ലൂസ് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 8 ഇഞ്ച് കിട്ടും. 8 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 7 ഇഞ്ച് നമ്മൾ ഇതുപോലെ ടേപ്പിനെ ക്രോസിൽ പിടിച്ച് ഇവിടെ നിന്ന് ഈ ഒരു ക്രോസിൽ ഇതുപോലെ 7 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുന്നു. പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണി. നമ്മുടെ കൈയുടെ താവിൽ വരുന്ന ലൂസ് 8.5 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 8.25 പ്ലസ് 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ കൈയെ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക. കണ്ടോ, ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കണ്ടോ മാർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ വരഞ്ഞെടുക്കും. ഇനി നമ്മൾ ഈ ഒരു അളവ് കണ്ടോ, നമ്മുടെ ഈ ഒരു തോൾ വശത്ത് വരുന്ന അളവ് നമുക്കത് നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയിട്ടാണ് മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളും നമുക്ക് ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ നമുക്കത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മളൊരു 1/2 ഇഞ്ച് ഷോൾഡർ ഭാഗത്ത് തുന്നത്തുണി കൊടുക്കുന്നു. ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇത് നമ്മൾ ബാക്ക് പീസാണ് എടുക്കേണ്ടത്, ഫ്രണ്ട് പീസ് വെച്ച് ചെക്ക് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഷോൾഡറിന് തുന്നത്തുണി വെച്ച് ബാക്കി ഭാഗം നമ്മൾ ഇതുപോലെ കൈയുടെ മാർക്കിൽ കൂടി ആം ഹോൾ ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്നാൽ കണ്ടോ നമ്മുടെ ആം ഹോളിൻ്റെ മാർക്കിങ്ങും നമ്മുടെ കൈയുടെ മാർക്കിങ്ങും കറക്റ്റായി കിട്ടുന്നത് കണ്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്കിത് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ സ്ലീവിന് നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ സ്ലീവിന് ഇതുപോലെ നിവർത്തി വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് 1 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു സെൻറ്ററിൽ നിന്ന്. അതുപോലെ തന്നെ ഈ ഒരു മാർക്കിൽ നിന്ന് 1 ഇഞ്ച് കണ്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ ഫ്രണ്ട് കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കുഴിച്ച് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഫ്രണ്ട് ഭാഗത്ത് നിന്നാണ് കുഴിച്ച് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്ലീവിനെ ഇതുപോലെ വെച്ച് ബാക്ക് പീസിൽ നിന്ന് ചെറിയൊരു പീസ് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.